ദളിതനെ മർദ്ദിച്ച ഹോം സ്റ്റേ ഉടമയുടെ ഒളിവിൽ ദുരൂഹതയുണ്ടെന്ന് ദളിത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് IK ബാബു. ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ദളിത് ആദിവാസി വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയണമെന്നും IK ബാബു വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ജില്ലയിൽ മുതലമട ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ദളിത് ആദിവാസി വിഭാഗങ്ങൾക്കെതിരെ അതിക്രമം വർദ്ധിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും അവർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയണമെന്നും ദളിത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് AK ബാബു വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മുതലമട ഗ്രാമപഞ്ചായത്തിലെ മുച്ചാങ്കുണ്ട് ചാമ്പക്കുഴിയിൽ താമസിക്കുന്ന വെള്ളയൻ എന്ന ആദിവാസി യുവാവിനെ വീട്ടിൽ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചിരുന്നു. 6 ദിവസമാണ് ഭക്ഷണം പോലും കൊടുക്കാതെ ക്രൂരമായി പീഡിപ്പിച്ചത്. ഉദർക്കുളം കാടിന് സമീപം പ്രവർത്തിക്കുന്ന വെസ്റ്റേൺ ഗേറ്റ് ഫാം ഹൌസിൽ വെച്ചാണ് യുവാവിനെ മർദ്ദിച്ച് അവശനാക്കിയത്. ഇതിനുത്തരവാദിയായ റിസോർട്ട് ഉടമ പ്രഭുവിനെ അറസ്റ്റ് ചെയ്യണമെന്നും AK ബാബു ആവശ്യപ്പെട്ടു. ഈ മുതലമട ഗ്രാമപഞ്ചായത്തെ മാത്രം ആസ്പദമാക്കിയല്ല, പാലക്കാട് ജില്ലയിലുള്ള എല്ലാ ഞങ്ങളുടെ SC/ST വിഭാഗങ്ങളുടെ പുരോഗമനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതായി വരുന്ന SC/ST ഫണ്ട് മുതലമട ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേകം ഇപ്പോഴുള്ള ഭരണ മുന്നണിക്കാരെന്ന് പറയുന്നവർ അല്ല ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ അതിന്റെ യഥാസ്ഥിതിയിൽ ഞങ്ങളുടെ ആളുകളിലേക്ക് എത്തിച്ചേരാത്തൊരവസ്ഥയാണ്. അതിനൊരു വിവരാവകാശം വെച്ചിട്ടുണ്ട്. അതിന്റെ നിലപാടുകളൊക്കെ ഇപ്പം ഞങ്ങൾക്ക് അടുത്ത ദിവസം കിട്ടും. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടെ നിങ്ങളുണ്ട്. കാരണം പാലക്കാട് ഇപ്പോഴും കറണ്ടും വെള്ളമില്ലാത്ത സംഗീതത്തിലെ മൂപ്പന്മാരെ കൊടുത്തിട്ടുണ്ട്. ഇവരൊക്കെ മനുഷ്യരല്ലേ? ഈ SC/STയുടെ ഫണ്ട് എന്തിനു വേണ്ടിയാണ്? ഇവിടുത്തെ വലിയ ഗ്രൂപ്പുകൾക്ക് അല്ല, ഇവിടുത്തെ ടാറ്റ കമ്പനികൾക്കോ അല്ല, വലിയ വലിയ കമ്പനികൾക്ക് കൊടുക്കാൻ ഇത് പാവപ്പെട്ട ഞങ്ങളുടെ വിഭാഗത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന സർക്കാരും ഡോക്ടർ അംബേദ്കർ എഴുതി വെച്ചേക്കുന്ന നിയമപ്രകാരം തരുന്നതല്ലേ? അത് ഞങ്ങൾക്ക് തന്നുകൂടെ? ഞങ്ങളുടെ അവകാശമല്ലേ? ഞങ്ങളുടെ അവകാശമല്ലേ? ഇതിനെതിരെ നിൽക്കുന്നവർക്കെതിരെ നടപടിയെടുക്കണം. തിരുനാവുക്ക് എന്നയാളുടെ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആദിവാസി ദളിത് സംഘടനാ നേതാക്കളും ജനകീയ വികസന നേതാക്കളും ചേർന്നാണ് വെള്ളയനെ മോചിപ്പിച്ചത്. മുതലമട ഗ്രാമപഞ്ചായത്തിലെ അനധികൃത റിസോർട്ടുകളെ പറ്റി വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും സംഘടനാ നേതാക്കൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി EM കുഞ്ഞുമൻ, ഭാരവാഹികളായ സോമൻ വെള്ളിയാമ്പള്ളി, ഗോപി ഒട്ടയ്ക്കൽ, ദളിത് ആദിവാസി സംഘടനയുടെ നേതാക്കളായ ശിവരാജ്, മാരിയപ്പൻ നീലിപ്പാര, ജനകീയ വികസന സമിതി മുന്നണി നേതാക്കൾ, സാങ്കേത മൂപ്പന്മാരായ ചിന്നച്ചാമി മൂപ്പൻ, ഗോപാലകൃഷ്ണൻ മൂപ്പൻ, ഭഗവതി മൂപ്പൻ, വെള്ളയൻ, രാമൻകുട്ടി, തിരുനാവക്കരസു, കല്ലനാദേവി, താജുദ്ദീൻ മണികണ്ഠൻ, MK തങ്കവേൽ എന്നിവരും പങ്കെടുത്തു. വെള്ളയനോ അല്ലെങ്കിൽ വെള്ളയനെ വേണ്ടി ഇടപെട്ടിരിക്കുന്ന വ്യക്തിക്ക് എന്തൊരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട്. കാരണം ഈ ആൾ അങ്ങനെയുള്ള ഒരാളാണെന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അവിടെ ദയവായി നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഈ ജില്ലയുടെ ഭാരവാഹികൾ ഉത്തരവാദിത്തപ്പെട്ടവർ ദേവിയൊക്കെ ഈ കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ട് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. ആ പഞ്ചായത്തിൽ നടക്കുന്ന എല്ലാ രേഖയില്ലാത്ത, ലൈസൻസ് ഇല്ലാത്ത, അനധികൃതമായി പ്രവർത്തിക്കുന്ന എല്ലാ റിസോർട്ടുകളും അടച്ചുപൂട്ടുകയും അല്ലെങ്കിൽ അതിന് തക്കതായ നിയമവ്യവസ്ഥകൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. പിന്നെ കൂടുതൽ ജനകീയ ചേട്ടൊരു ചായ. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതിന്റെ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട്. കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.